ഹലോ ഡിയർ ആസ്പിരൻസ്, വെൽക്കം ടു വൊക്കാസ്പീഡിയ. ജി എസ് ടി നടപ്പിലായ ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരം, ജി എസ് ടിക്കകത്ത് വന്നൊരു റാഷണലൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ റാഷണലൈസേഷൻ ഇന്നലെ ഹോണറബിൾ ആയിട്ടുള്ള ഫിനാൻസ് മിനിസ്റ്റർ ജി എസ് ടി കൗൺസിൽ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് രാജ്യത്തോട് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം വരുന്ന വാർത്തകളിലെ വസ്തുതാപരമായിട്ടുള്ള ഒരു പെശക് ആദ്യമേ ഒന്ന് കാണിക്കട്ടെ. പലരും ഇതിനെ വിശേഷിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നവരാത്രി സമ്മാനം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓണ സമ്മാനം എന്നൊക്കെയാണ്. അത് വസ്തുതാപരമായിട്ട് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത് കേന്ദ്ര ഗവൺമെൻറ് തനിച്ചെടുത്തൊരു തീരുമാനമല്ല. ഒന്നാമതായിട്ട് തന്നെ നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ജി എസ് ടി കൗൺസിൽ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ, ആ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എടുത്തൊരു തീരുമാനമാണ്. കാരണം സംസ്ഥാനങ്ങൾക്ക് കൂടി പ്രാതിനിധ്യമുള്ള ജി എസ് ടി കൗൺസിലിൽ സംസ്ഥാനങ്ങളുടെ യുനാനിമസ് ആയിട്ടുള്ള സപ്പോർട്ടോടു കൂടിയാണ് ഈ തീരുമാനം എടുത്തത്. മാത്രമല്ല, ഫിനാൻസ് മിനിസ്റ്റർ ഇന്നലെ ആ റേറ്റ് മാറ്റ പ്രഖ്യാപനം നടത്തിയത് ജി എസ് ടി കൗൺസിൽ ചെയർമാൻ എന്നുള്ള നിലയ്ക്കാണ്. ഓക്കെ, എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണല്ലോ ഫിനാൻസ് മിനിസ്റ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നിങ്ങൾ അറിയേണ്ടത്, ജി എസ് ടിക്ക് വിലയുടെ രണ്ട് ഘടകങ്ങളെയും സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ട്. മാർക്കറ്റ് പ്രൈസിൻ്റെ രണ്ട് ഘടകങ്ങളെയും ജി എസ് ടിക്ക് സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ട്. അതായത് ഉൽപ്പാദകൻ നിശ്ചയിച്ച അടിസ്ഥാന വിലയെ സ്വാധീനിക്കാനും ജി എസ് ടിക്ക് ആകും. ഗവൺമെൻറ് നിശ്ചയിക്കുന്ന നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസിനെ സ്വാധീനിക്കാനും ജി എസ് ടിക്ക് ആകും. ഓക്കെ, ഇന്നലെ നടന്ന ആ സ്ട്രക്ചർ റാഷണലൈസേഷൻ്റെ ഭാഗമായിട്ട് വിലയുടെ ഏത് ഘടകമാണ് നേരിട്ട് സ്വാധീനിക്കപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ വിലയുടെ ഏത് ഘടകത്തിലാണ് നേരിട്ട് മാറ്റം വരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമൊന്നും വേണ്ട, അത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസിലാണ് മാറ്റം വരാൻ പോകുന്നത് അല്ലേ. നേരത്തെ ഉണ്ടായിരുന്ന 5%, അതുപോലെ തന്നെ 12%, 18%, 28% എന്നുള്ള ആ 4 സ്ലാബ് സ്ട്രക്ചറിൽ നിന്നും ഇനി ഒരു സ്റ്റാൻഡേർഡ് ടു ടയർ സ്റ്റാൻഡേർഡ് സ്ട്രക്ചറിലേക്ക് മാറിയിരിക്കുകയാണ്. 5%, അതുപോലെ തന്നെ 18%. അതിൻ്റെ അർത്ഥം എന്താണ്? 28%-ലേക്ക് കിടന്നിരുന്ന പല ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഏതിലോട്ട് വന്നിട്ടുണ്ട്? ഈ പറയുന്നത് പോലെ 18%-ലേക്കോ 5%-ലേക്കോ വന്നിട്ടുണ്ട്. അതുപോലെ 18%-ത്തിലുണ്ടായിരുന്ന 12%-ത്തിലുണ്ടായിരുന്ന പല ഉൽപ്പന്നങ്ങളും 5%-ലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് പൂർണ്ണമായി നികുതി ഇളവ്, അല്ലെ ജി എസ് ടി എക്സംഷൻ, 0 ജി എസ് ടിയിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രണ്ട് സ്ലാബ് ഇല്ലാതായി? 12%-വും 28%-വും ഇല്ലാതായിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ഇതിൽ ഒക്കുപ്പൈഡ് ആയിരുന്ന ഉൽപ്പന്നങ്ങൾ ഒരെണ്ണം പോലും ഹൈ സ്ലാബിലോട്ട് പോയിട്ടുമില്ല. ഒരെണ്ണം പോലും എവിടെ പോയിട്ടില്ല? ഹൈ സ്ലാബിലോട്ട് പോയിട്ടില്ല. 28-ലുള്ള സാധനങ്ങളെല്ലാം 18-ലോട്ടോ 5%-ലോട്ടോ വന്നിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ 12-ലുള്ളതെല്ലാം 5%-ലോട്ടാണ് വന്നിരിക്കുന്നത്. 18-ലുള്ള ചില സാധനങ്ങൾ തലസ്ഥാനത്ത് തുടരുന്നു, അല്ലെങ്കിൽ 18-ലുള്ളത് 5%-ലോട്ടോ 0-ലോട്ടോ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പം നമുക്ക് എത്ര സ്ലാബേ ഉള്ളൂ? 5%, 18%. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലയുടെ ഒരു ഘടകമായ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്നുള്ള ആ ഇൻഡയറക്റ്റ് ടാക്സ് വിലയ്ക്കൊപ്പം കൂട്ടിച്ചേർക്കുന്ന ഘടകത്തെ നേരിട്ട് സ്വാധീനിക്കാൻ ഈ ടാക്സ് റാഷണലൈസേഷൻ വഴി, അല്ലെങ്കിൽ ടാക്സ് സ്ട്രക്ചർ റാഷണലൈസേഷൻ വഴി സാധിച്ചു എന്ന് ചുരുക്കം. വില കുറയുമെന്ന് ചുരുക്കം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, വിലയുടെ ഉൽപ്പാദകൻ നിശ്ചയിച്ച വിലയായ അടിസ്ഥാന വിലയെ സ്വാധീനിക്കാനും ഈ റേറ്റ് മാറ്റം കൊണ്ട് സാധിക്കില്ലേ? എന്തുകൊണ്ട്? കാരണം അടിസ്ഥാന വിലയെ ജി എസ് ടി സ്വാധീനിക്കുന്നത് എങ്ങനെയാണ്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ രൂപത്തിലാണ്. എന്തിൻ്റെ രൂപത്തിലാണ്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ രൂപത്തിലാണ്. അപ്പം ഈ പല ഉൽപ്പന്നങ്ങളും 5%-ലും 18%-ലേക്കും എത്തിയ പല ഉൽപ്പന്നങ്ങളും, അല്ലെങ്കിൽ 0%-ലേക്ക് എത്തിയ പല ഉൽപ്പന്നങ്ങളും മറ്റൊരു ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണത്തിൽ ഇൻപുട്ട് ആണ് എങ്കിൽ അതിന് നൽകുന്ന ജി എസ് ടി ആയിട്ടുള്ള 5%-വും 18%-വും എന്ത് ചെയ്ത് കിട്ടും? ഈ പറയുന്നത് പോലെ ഉൽപ്പാദകന് തിരിച്ചു കിട്ടുകയും അതനുസരിച്ചിട്ട് ഉൽപ്പാദകൻ നിശ്ചയിക്കുന്ന വിലയായിട്ടുള്ള ഫാക്ടർ കോസ്റ്റിൽ എന്താണ് ഉൽപ്പന്നത്തിൻ്റെ വില അടിസ്ഥാനപരമായിട്ട് കുറയാനും ഇൻപുട്ട് എന്നുള്ള നിലയ്ക്ക് ഈ നികുതി കുറയുന്നത് വഴി ആ നിലയ്ക്കും സാധിക്കും. ഓക്കെ, ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ള ഒരു ആസ്പെക്റ്റാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വിലയുടെ സമസ്ത മേഖലകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് അടിസ്ഥാന ഘടകങ്ങളാണ്: അടിസ്ഥാന വിലയും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസും. ഇതിനെ രണ്ടിനെയും നേരിട്ട് സ്വാധീനിക്കാൻ എന്തുകൊണ്ട് സാധിച്ചു? ഇന്നലെ നടത്തിയ പ്രഖ്യാപനം കൊണ്ട് സാധിച്ചു. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, ജി എസ് ടി കൗൺസിൽ എടുത്ത തീരുമാനമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമല്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് അങ്ങനെ നിശ്ചയിച്ചാൽ പോലും അത് നടപ്പിലാക്കാൻ സാധിക്കത്തില്ല, സംസ്ഥാനങ്ങളുടെ പിന്തുണ ഇല്ല എങ്കിൽ. ഇത് തീർച്ചയായിട്ടും ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ നമ്മുടെ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത സമയത്താണ് ഇത്തരത്തിലൊരു സ്ട്രക്ചർ റാഷണലൈസേഷൻ ആലോചനയിൽ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞത്.
ഹോണറബിൾ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങി വെച്ചത്. 3-ാം തീയതി 4-ാം തീയതി നടന്ന മീറ്റിങ്ങിൻ്റെ ഒടുവിൽ ഇതിപ്പോൾ എന്താ തീരുമാനമായിട്ട് വരികയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സെപ്റ്റംബർ 22 തൊട്ടാണ് ഇതിൻ്റെ റോൾ ഔട്ട് ഡേറ്റ് വരാൻ പോകുന്നത് ഫോർ മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ്. കുറച്ച് ഐറ്റംസിന് മാത്രമേ ഉള്ളൂ 22 തൊട്ട് വരാതെ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം 22 ഓൺവേർഡ്സ് ഈ നിരക്കിലായിരിക്കും എന്ത് ട്രാൻസാക്ഷൻ ചെയ്യപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചത്. ഇതാ നോക്കൂ, GST ഓവർഹോൾ അനൗൺസ് ചെയ്തത് ആരാണ്? GST ചെയർപേഴ്സൺ ആയിട്ടുള്ള നിർമ്മല സീതാരാമനാണ്. അപ്പോൾ അവിടെ ഫിനാൻസ് മിനിസ്റ്റർ എന്നുള്ളൊരു ഒരു കപ്പാസിറ്റിയിലല്ല, GST ചെയർപേഴ്സൺ എന്നുള്ള കപ്പാസിറ്റിയിലാണ് ഹോണറബിൾ മിനിസ്റ്റർ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ GSTയിൽ വന്ന മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 4 ടയർ സിസ്റ്റത്തിൽ നിന്നും ഒരു 2 ടയർ സിസ്റ്റത്തിലേക്ക്, ഏതൊക്കെയാണ് 5%, 18% എന്നുള്ളൊരു 2 ടയർ സിസ്റ്റവും, പിന്നെന്താണ് ഒരു സ്പെഷ്യൽ ഹയർ സ്ലാബ് ഫോർ സിൻ ഗുഡ്സ് ആൻഡ് ലക്ഷറി ഐറ്റംസ്. കാരണം സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നികുതി നഷ്ടം നമുക്കറിയാം. GST നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് 2017 ജൂലൈ 1 GST നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനങ്ങൾക്ക് ഉണ്ടായിരുന്ന വരുമാന നഷ്ടം കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ഒരു GST കോമ്പൻസേഷൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിൻ്റെ കാലാവധി 5 വർഷമായിരുന്നു. ഈ 5 വർഷ കാലാവധിയിലേക്ക് GST കോമ്പൻസേഷൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കോവിഡ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ വന്ന് 2022 ലീഗലി അത് ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പല സംസ്ഥാനങ്ങളും ഖേദം പ്രകടിപ്പിച്ചിരുന്നു. കാരണം എന്താണ്, കടുത്ത റവന്യൂ നഷ്ടമാണ് സംസ്ഥാനങ്ങൾക്ക് ഈ ഒരു GST കോമ്പൻസേഷൻ കൂടി നിലയ്ക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് പരിഗണിച്ചുകൊണ്ടാണ് അതിനുശേഷം പിന്നീട് തുടർന്ന് വന്നിരുന്ന GST കോമ്പൻസേഷൻ സെസ്സിനെയും കൂടി ഇത് ലയിപ്പിച്ചുകൊണ്ട് നേരത്തെ 28% കിടന്നിരുന്ന സിൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ താല്പര്യമില്ലാത്ത ഗുഡ്സ്, സിൻ ഗുഡ്സിനെയും അതുപോലെ തന്നെ ലക്ഷറി വെഹിക്കിൾസിനെയും കൂടെ 28% നിന്ന് 40% ഇപ്പം പുതിയ ഒരു സ്പെഷ്യൽ സ്ലാബ് റേറ്റ്. സ്റ്റാൻഡേർഡ് സ്ലാബ്സ് 2 ഉള്ളൂ, 5ഉം 18ഉമാണ്. ദിസ് ഈസ് എ സ്പെഷ്യൽ ഹയർ സ്ലാബ് ഫോർ ലക്ഷറി വെഹിക്കിൾസ് ആൻഡ് ടൊബാക്കോ. ഓക്കെ, ഇനി അതിൻ്റെ കൺസെൻസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതനുസരിച്ചിട്ട് സംസ്ഥാനങ്ങൾ ഏകപക്ഷീയമായിട്ട്, മീൻസ് എന്താ പറയണ്ട, യുനാനിമസ് ആയിട്ട്, ഏകപക്ഷീയമല്ല ഐക്യദാർഢ്യത്തോടു കൂടി ഒരു കൺസെൻസസ് നൽകുകയാണ് ചെയ്തത്, പിന്തുണ അർപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇനി നമ്മൾ അറിയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ട് എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസസ് കൂടുതൽ അഫോർഡബിൾ ആകുന്നു, ഡൊമസ്റ്റിക് കൺസംഷൻ കൂടാൻ പോവുകയാണ് ഈ ഒരു ഡിസിഷൻ്റെ ഭാഗമായിട്ട്. അതാണ് 17 GST നടപ്പിലാക്കിയ ശേഷം എടുത്ത ഏറ്റവും ബെസ്റ്റ് തീരുമാനമാണെന്ത് ഇന്നലെ വന്ന ഈ GST സ്ട്രക്ചർ റാഷണലൈസേഷൻ എന്നുള്ളത്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വീണ്ടും പറയും, ഇതാണ് ഇതിൻ്റെ ലോജിക്ക്, ഇതിൻ്റെ ഹാർട്ട് കിടക്കുന്നത് ഈ ഇക്വേഷനിലാണ്. അടിസ്ഥാന വില കുറയും. കാരണം എന്താണ്, ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ടാക്സ് ഇനി 5%, 18%, 0% ഒക്കെയാണ്, ടാക്സ് ഇല്ലാതെയൊക്കെയാണ്. അപ്പോൾ അടിസ്ഥാന വില തന്നെ കുറയും. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസിൽ വരുന്ന ടാക്സ് കമ്പോണൻറ്റിൽ ഇനി പഴയതുപോലെ എന്തില്ല, 12%, 28% ഇല്ലാത്തതുകൊണ്ട് രണ്ടിടത്തും വില കുറയും. രണ്ടിടത്തും വില കുറയുമ്പോൾ എന്ത് കുറയൂടെ, സാധനങ്ങളുടെ വില മൊത്തത്തിൽ കുറയും. ഇതിൻ്റെ ബെനിഫിറ്റ് ആർക്കാണ്? ജനങ്ങൾക്കാണ്. GST നല്ലതല്ലേ? GST തീർച്ചയായിട്ടും നല്ലതാണ്. ഇതുപോലൊരു മാറ്റമാണ് GSTയിൽ നമ്മൾ എന്ത് ചെയ്തത്, കഴിഞ്ഞ കാലം ഇത്രയും പ്രതീക്ഷിച്ചത്. അത്തരത്തിലൊരു മാറ്റത്തിൻ്റെ തുടക്കമാണെന്ത് ഇന്നലെ വന്ന GST കൗൺസിലിൻ്റെ ഈ അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻ തീം, കുറച്ച് ടേംസും കാര്യങ്ങളും ഒക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. സിമ്പിൾ ടാക്സ് സിസ്റ്റം എന്നാണ് ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ പൊതുവെ വാർത്താ മാധ്യമങ്ങൾ ഇതിനെ ഇതിനെ വിശേഷിപ്പിച്ചത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 റേറ്റിനും ഒരു പേര് വിളിക്കുന്നുണ്ട്. 18% റേറ്റിന് തൊട്ട് അറിയപ്പെടുന്ന പേര് സ്റ്റാൻഡേർഡ് റേറ്റ് എന്നും, ആ 5% റേറ്റിന് അറിയപ്പെടുന്ന പേര് മെറിറ്റ് റേറ്റ് എന്നുമാണ്. ഇതൊന്ന് ഓർത്ത് വെച്ചോണം. UPSC ഉൾപ്പെടെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഈ ടേംസ് ഒന്ന് ഓർത്ത് വെച്ചോണം. 18% ഈസ് now onwards known as standard rate and 5% is known as merit rate. Okay, and 40% is special rate. ഇനി മാറ്റങ്ങൾ ഐറ്റം വൈസ് ആയിട്ടുള്ള ലിസ്റ്റ് ഈ ക്ലാസിൻ്റെ ഭാഗമായിട്ട് ഈ PPTയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ കോൺസെപ്റ്റിൽ അറിഞ്ഞിരിക്കുക, ഏതൊക്കെ ലിസ്റ്റ് കാറ്റഗറി ഓഫ് ഐറ്റംസിനാണ് മാറ്റം വന്നതെന്നൊന്ന് അറിഞ്ഞിരിക്കുക. 0 GSTയിലേക്ക് പോയിരിക്കുന്ന സാധനങ്ങൾ, അതായത് മുമ്പ് ടാക്സ് ലെവി ചെയ്യുകയും ഈ റാഷണലൈസേഷൻ്റെ ഭാഗമായിട്ട് GST എക്സംഷൻ അല്ലെ 0 GST അട്രാക്റ്റ് ചെയ്യപ്പെട്ട ഐറ്റംസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 കാറ്റഗറി ഓഫ് ഐറ്റംസ് അതിൽ വരുന്നുണ്ട്. എസെൻഷ്യൽ ഫുഡ് ഐറ്റംസ്, ഏറ്റവും ആവശ്യമായിട്ടുള്ള ഭക്ഷ്യസാധനങ്ങൾക്ക് ഇനി തൊട്ട് എന്തില്ല, ഏതൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് കാണാം, 0 GST ആണ്. GST ഇല്ല, എന്തില്ല, GST ലെവീഡ് അല്ല. ഉദാഹരണത്തിന് ഇപ്പം വളരെ മുമ്പ് തന്നെ ഡയറി ഉൽപ്പന്നങ്ങളല്ല, പാല്, പാക്കറ്റഡ് മിൽക്ക് കാര്യങ്ങൾക്കെല്ലാം GST 0 ആക്കിയിരുന്നു. അപ്പോൾ ഇന്നലത്തെ പ്രഖ്യാപനത്തോടു കൂടി നേരത്തെ 12% GST, 12-18% GST ഉണ്ടായിരുന്ന ചില പാക്കറ്റഡ് ആയിട്ടുള്ള ഡയറി ഉൽപ്പന്നങ്ങൾ കൂടി എങ്ങോട്ട് വന്നിട്ടുണ്ട്,
ഡയറി ഉൽപ്പന്നങ്ങൾ, പാല് തന്നെ ആയിരിക്കണം, പാല് ആസച്ച്, ഡയറി ഉൽപ്പന്നങ്ങളല്ല, പാല് ആസച്ച് സീറോയിലോട്ട് വന്നിട്ടുണ്ട്. അതിൽ UHT എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അൾട്രാ ഹൈ ടെമ്പറേച്ചർ ഡയറി മിൽക്ക്. ഡയറി മിൽക്ക് ചോക്ലേറ്റ് അല്ല, പാലെന്ന് അർത്ഥം കേട്ടോ. അൾട്രാ ഹൈ ടെമ്പറേച്ചർ ഡയറി മിൽക്ക് സീറോ ആയിട്ടുണ്ട്. കാരണം എന്താണ്, ഓൾറെഡി ഈ റാഷണലൈസേഷന് മുമ്പ് തന്നെ എല്ലാ ഡയറി മിൽക്കും സീറോ GST ആയിരുന്നു. ഇപ്പോൾ എന്തിനേയും കൂടെ സീറോയിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ UHTയും കൂടി അൾട്രാ ഹൈ ടെമ്പറേച്ചർ മിൽക്കിനെയും കൂടി നമ്മൾ എസെൻഷ്യൽ ഫുഡ് ഐറ്റംസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തി. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സപ്ലൈസ് എന്ന് പറയുമ്പോൾ നോട്ട് ബുക്സ്, എക്സസൈസ് ബുക്സ്, മായ്പ റബ്ബർ, എറൈസർ, ബാക്കി എന്താ പറയേണ്ട സപ്ലൈസ്, എഡ്യൂക്കേഷണൽ സപ്ലൈസിൻ്റെ ഭാഗമായിട്ട് വരുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ എന്തിലോട്ട് വന്നിട്ടുണ്ട്, സീറോ GSTയിലേക്ക് വന്നിട്ടുണ്ട്. നോട്ട്ബുക്കിൻ്റെ ഒക്കെ വില കുറയും. ഇനി അതുപോലെ ഇൻഡിവിജ്വൽ ഇൻഷുറൻസ്, ബീറ്റ് ലൈഫ് ഇൻഷുറൻസ് ഓർ ബീറ്റ് ഹെൽത്ത് ഇൻഷുറൻസ്, ഇൻഡിവിജ്വൽ ഇൻഷുറൻസിന് ഇനി എന്തില്ല, GST ഇല്ല, സീറോ GST ആണ്. ലൈഫ് സേവിങ് മെഡിസിൻസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എല്ലാ മരുന്നുകൾക്കും GST സീറോ ആക്കിയിട്ടില്ല. ജീവൻ രക്ഷാ മരുന്നുകളുടെ GST എന്താക്കിയിട്ടുണ്ട്, സീറോ ആക്കിയിട്ടുണ്ട്. അപ്പം സീറോ റേറ്റിലേക്ക് വന്ന ഐറ്റംസിൻ്റെ കാറ്റഗറി ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഐറ്റംസ് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കാം. ഏതൊക്കെയാണ്, എസെൻഷ്യൽ ഫുഡ് ഐറ്റംസ്, എഡ്യൂക്കേഷണൽ സപ്ലൈസ്, ഇൻഡിവിജ്വൽ ഇൻഷുറൻസ്, ലൈഫ് സേവിങ് മെഡിസിൻസ്. ഇൻഡിവിജ്വൽ ഇൻഷുറൻസിൽ ഏതൊക്കെ വരും, ഈ പറയുന്നത് പോലെ ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും വരും. എല്ലാ മെഡിസിൻസിനും സീറോ ആക്കിയിട്ടില്ല. എന്താണ്, ലൈഫ് സേവിങ്, ജീവൻ രക്ഷാ മരുന്നുകൾക്ക് മാത്രമാണ് എന്ത്, സീറോ, ഈ പറയുന്നത് പോലെ സീറോ GST വരുന്നത്. ഇനി 5% എത്തിയ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഹൗസ് ഹോൾഡ് ആൻഡ് പേഴ്സണൽ കെയർ. ഹൗസ് ഹോൾഡ് ആൻഡ് പേഴ്സണൽ കെയറിൽ എന്തൊക്കെ വരും ഇവിടെ, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, ഹെയർ ഓയിൽ, കോസ്മെറ്റിക് ഐറ്റംസ്, ഇതെല്ലാം എന്തിൽ വരും, ഹൗസ് ഹോൾഡ് ആൻഡ് പേഴ്സണൽ കെയറിൽ വരും. ഇതിൻ്റെ എല്ലാം GST റേറ്റിന് എത്രയാണ്, 5%. നേരത്തെ 12% 18% ഒക്കെ ഉണ്ടായിരുന്ന ഈ പറയുന്ന ഹൗസ് ഹോൾഡ് ആൻഡ് പേഴ്സണൽ കെയർ ഐറ്റംസിൻ്റെ GST റേറ്റിന് തൊട്ട് എത്രയേ ഉള്ളൂ, 5% മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നോക്കൂ, നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് ഇന്ദുലേഖ ബ്രിങ്ക ഓയിൽ, നേരത്തെ ഇതിൻ്റെ വില 299 രൂപയായിരുന്നു. അന്ന് GST 18% ഹെയർ ഓയിലിൻ്റെ. ഇന്നിപ്പോൾ ഇതിൻ്റെ വില എത്രയേ ഉള്ളൂ, GST വരുന്ന സമയത്ത് 265, അതിൽ കുറവായിരിക്കും. കാരണം ഇതിൻ്റെ അകത്ത് ഇനിയും കുറവ് വരാം. 5% GST, അതായത് പഴയ അടിസ്ഥാന വില അതുപോലെ ഇട്ടാണ് ഞാൻ GST 5% ആഡ് ചെയ്തത്. ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്ന ഐറ്റംസിൽ GST ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില 5%ലേക്ക് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി ഇത് കുറയാം. ചിലപ്പോൾ 265 താഴെ 250 രൂപയ്ക്ക് വേണമെങ്കിലും കിട്ടാം. 300 രൂപയ്ക്കൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന സാധനത്തിന് 50 രൂപ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഹ്യൂജ് ഡിസ്കൗണ്ട് അല്ലേ. അപ്പോൾ ഇത് ഞാൻ ഒരു സാമ്പിൾ തന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് കട്ട് എത്ര ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് തരാം. 150 ഗ്രാം കോൾഗേറ്റിൻ്റെ വില, കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റിൻ്റെ വില ഇപ്പോൾ 180 രൂപയാണ്. 150 ഗ്രാമിൻ്റെ വില 18% GST ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അത് പേഴ്സണൽ കെയറിൽ വരുന്ന ഡെയിലി യൂട്ടിലിറ്റിയിൽ വരുന്ന സാധനമാണ്. അങ്ങനെയുള്ള സാധനത്തിൻ്റെ എല്ലാം വില 5%ലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ കോൾഗേറ്റിൻ്റെ വില എത്ര ആണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ചേ. അപ്പം നമ്മളത് കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുന്നതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാതെ പഠിക്കേണ്ട, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഹൗസ് ഹോൾഡ് ആൻഡ് പേഴ്സണൽ കെയർ ഐറ്റം ആണോ, ഇപ്പോൾ അതിൻ്റെ GST എത്രയാണ്, 5%. അതുപോലെ തന്നെ പാക്കേജ്ഡ് ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസിൻ്റെ കേസിൽ അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ് ഫുഡ് പ്രിപ്പറേഷൻസിൻ്റെ എല്ലാം റേറ്റ് എത്ര ആയിട്ടുണ്ട്, 5% ആയിട്ടുണ്ട്. സ്പെസിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് മാത്രം 0 ആയിട്ടുമുണ്ട്. ഇത്രയും ഓർത്താൽ മതി. 12-ലും 18-ലും ഒക്കെ കിടന്ന പല ഫുഡ് ഐറ്റംസും ഇപ്പോൾ എത്രയിലോട്ട് വന്നിട്ടുണ്ട്, 5%ലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്നും പറയാതെ ഏതെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് അസ്യൂം ചെയ്തു അതിൻ്റെ റേറ്റ് എത്രയാണ്, 5%. കാരണം GST ആയിട്ട് ബന്ധപ്പെട്ട FAQ പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ് ഓൾ ഫുഡ് പ്രിപ്പറേഷൻസ് വിൽ അട്രാക്ട് 5% GST. ഓക്കെ, അപ്പോൾ 0 GST ഉള്ള ഐറ്റംസും ഉണ്ട്. എസെൻഷ്യൽ ഫുഡ് ഐറ്റംസ് നമുക്ക് നേരത്തെ പറഞ്ഞാലും നോക്കാം. ഇനി അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ട്രാക്ടർ, വീല്, ട്രാക്ടർ മീൻസ് അങ്ങനെയുള്ള ഐറ്റംസ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഇതിൻ്റെ എല്ലാം റേറ്റ് 12 അല്ലെ 18% നിന്ന് എന്തിലോട്ട് വന്നിരിക്കുകയാണ്. നേരത്തെ പലതിൻ്റേത് 18% ആയിരുന്നു, ഇപ്പോൾ അത് 5%ലേക്ക് വന്നിരിക്കുകയാണ്. ഹെൽത്ത് കെയർ പ്രോഡക്ട്സിൻ്റെ വില 5% ആയിരിക്കുകയാണ്. ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കരകൗശല വസ്തുക്കൾ, ലെതർ ഐറ്റംസ്, ഇതിനൊക്കെ ഹ്യൂജ് ടാക്സ് ആയിരുന്നു. നേരത്തെ 18% ഒക്കെ ആയിരുന്നു, 5% കുറഞ്ഞിരിക്കുകയാണ്. ഇനി 28% നിന്നും 18%ലേക്ക് വന്നത്. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും ഒരു റിലീഫ് തരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. കാരണം ഓട്ടോമോട്ടീവ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ 350 cc വരെ അതെടുത്ത് പറയുന്നുണ്ട്. 350 cc ഇൻക്ലൂഡഡ് ആണെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെയൊക്കെ ആ ക്ലാസിക് 350 cc ബൈക്കൊക്കെ ഇനി തൊട്ട് എത്ര ശതമാനം GST അട്രാക്ട് ചെയ്യത്തുള്ളൂ,
18% GST മാത്രമേ അതിന് വരത്തുള്ളൂ. അപ്പോൾ ഓട്ടോമോട്ടീവ് സെക്ടറിൽ ഉള്ള, ഇപ്പോൾ ശരിക്കും അവർ പറയുന്നു 350 cc കൂടുതലുള്ള ബൈക്കിനാണെന്ത് ഇപ്പോൾ ഈ പറയുന്ന പോലെ 40% GST വരാൻ പോകുന്നത്. 350 cc വരെയുള്ള ബൈക്കുകൾ, 1500 cc വരെയുള്ള കാറുകൾ, ഇതെല്ലാം ഇനി തൊട്ട് എന്താണ് ഓട്ടോമോട്ടീവ് സെക്ടറിലുള്ളതിന് 18%, 10% ടാക്സ് GST ഇളവാണ് അവിടെ വരാൻ പോകുന്നത്. ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് ഐറ്റംസിന് ഇനി മുതൽ 18%, ഓൾറെഡി 18 സാധനങ്ങൾ 18 തുടരും. കാരണം TV അപ് ടു 32 ഇഞ്ചസ് നിലവിൽ 18%. ഓക്കെ, അപ്പോൾ 32 ഇഞ്ചിന് മുകളിലുള്ള സാധനത്തിന് ഹൈ ടാക്സ് ആയിരുന്നു, 28 ആയിരുന്നു. അത് ഇപ്പോൾ എന്തായി, 18 ആയി. അപ്പം തൽസ്ഥിതി തുടരും. ഇലക്ട്രോണിക് സാധനങ്ങൾ 18 18 തന്നെ തുടരും. ലക്ഷറിയുടെ അടിസ്ഥാനത്തിൽ 28 പോയിരുന്ന ഹോം അപ്ലയൻസസും ഇലക്ട്രോണിക്സും എല്ലാം 28 എങ്ങോട്ട് വരും, 18 വരും. ഇനി അടുത്തതാണ് കൺസ്ട്രക്ഷൻ. ഇത് കേരളത്തെ ഡയറക്റ്റ് സ്വാധീനിക്കാൻ പോകുന്ന ഒരു മാറ്റമാണ്. കാരണം സിമെൻറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് വില കുറയാൻ പോവുകയാണ്. കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സിമെൻറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് ഇനി മുതൽ 18% ടാക്സേ ഉള്ളൂ. നമ്മൾ സ്റ്റേറ്റ് GDP പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു, നമ്മുടെ സെക്കൻഡറി സെക്ടറിനെ ലീഡ് ചെയ്യുന്ന, ഗൈഡ് ചെയ്യുന്ന സബ് സെക്ടർ തന്നെ ഏതാണ്, നിർമ്മാണ മേഖലയാണ്. ആ നിർമ്മാണ മേഖലയ്ക്ക് ഒരു പുത്തൻ ഊർജം കിട്ടുന്ന ഒരു GST പ്രഖ്യാപനമാണെന്ത്, 28% GST ഇനിയില്ല, 18% GST ആണ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അവശ്യ സാധനങ്ങൾക്കുള്ളൂ എന്നുള്ളത്. ഇത് മൊത്തത്തിൽ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ പോകുന്നൊരു വലിയൊരു റിഫോമാണ്. എക്കണോമിക് റിഫോം തന്നെയാണ് ഇന്നലെ നടന്നിരിക്കുന്നത്. ഒരു വാട്ടർ ഷെഡ് മൊമെൻറ്റ് തന്നെയാണ് നമ്മുടെ എക്കണോമിയിൽ ഇന്നലെ. GST ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ടാക്സ് റിഫോമാണ്, ഒരു ഇൻഡയറക്റ്റ് ടാക്സ് റിഫോമാണ്. പക്ഷേ നമ്മുടെ എക്കണോമിയിൽ ഒരു വാട്ടർ ഷെഡ് മൊമെൻ്റ് ആണ് ഇന്നലെ നടന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാം ജീവിതം നല്ല രീതിയിൽ മാറാൻ പോവുകയാണ്. ഓക്കെ, ഇനിയിപ്പം 40% ടാക്സ് എന്ന് പറയുന്നതിൽ വരുന്നതാണ് സിഗരറ്റിനൊക്കെ വില കൂടും. 18 രൂപ 10 രൂപയൊക്കെ ഉണ്ടായിരുന്ന സിഗരറ്റിൻ്റെ വില എന്തായാലും ഇനി എന്ത് ചെയ്യും, കൂടും. കാരണം 28% ടാക്സ് എന്നുള്ളത് എന്തായി, 40%. ഇത് കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോട്ടറിയുടെ ടാക്സ് കേരളം GST കൗൺസിൽ ആവശ്യപ്പെട്ടതാണ്, നമ്മുടെ ബാലഗോപാൽ മിനിസ്റ്ററൊക്കെ ആവശ്യപ്പെട്ടതാണ്. ലോട്ടറിയുടെ ടാക്സ് 40% ആവാൻ പോവുകയാണ്. എന്തുകൊണ്ട് ലോട്ടറിയുടെ ടാക്സ് 40% ആയ കേരളത്തെ ബാധിക്കുന്നത് എന്താ, നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഫിനാൻസ് എടുക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ബഡ്ജറ്റിലെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ SONTR, സ്റ്റേറ്റ്സ് ഓൺ നോൺ ടാക്സ് റവന്യൂവിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണ്, ആയിരക്കണക്കിന് കോടി രൂപയാണ് നമുക്ക് ഏതിൽ നിന്ന് കിട്ടുന്നത്, ലോട്ടറി വിറ്റ വരുമാനമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ലോട്ടറി വിഹിതമായിട്ട് നമുക്ക് കിട്ടുന്നത് വലിയൊരു ഷെയർ ഓഫ് എമൗണ്ട് ആണ്, thousands of crores of rupees ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. സോ ആ ലോട്ടറി വരുമാനം കുറയാൻ കാരണമാവില്ലേ? കാരണം ലോട്ടറിയുടെ അടിസ്ഥാന വില പ്ലസ് 40% ടാക്സ് എന്ന് പറയുമ്പം 40 രൂപയുടെ ലോട്ടറിയുടെ വില എന്താവും, 40 രൂപയുടെ ലോട്ടറിയുടെ വില കൂടും. 28% ഉള്ളപ്പോഴാണ് 40 രൂപ, 40% ആകുമ്പോൾ വില എന്ത് ചെയ്യും, തീർച്ചയായിട്ടും കൂടും. 12% നികുതി കൂടുന്നതനുസരിച്ചിട്ട് വില കൂടും അല്ലേ? അപ്പോൾ ലോട്ടറിയുടെ വിൽപ്പന കുറയാൻ എന്ത് കാരണമാവും, ലോട്ടറിയുടെ വിൽപ്പന കുറയാൻ ഈ 40% നികുതി കാരണമായേക്കാം. അതുകൊണ്ട് ലോട്ടറിയെ ഒഴിവാക്കണം എന്നുള്ളൊരു പ്രയർ കേരള സംസ്ഥാന ഗവൺമെൻറ് ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള തീരുമാനങ്ങളെപ്പറ്റി വരും ദിവസങ്ങളിൽ അറിയാം. അപ്പം 40% ലോട്ടറിക്ക് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ സ്ലൈഡ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ലൈഡ് കിട്ടും. ഇതിനകത്ത് കുറേ FAQs ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെ ദൈനംദിന ഉൽപ്പന്നങ്ങളാണ് GSTയുടെ റേറ്റ് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ചീപ്പറായി തീരാൻ പോകുന്നത്, വായിച്ചു നോക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി എന്തുകൊണ്ട് എല്ലാ മരുന്നുകൾക്കും 0 GST ആക്കിയില്ല, ജീവൻ രക്ഷാ മരുന്നുകൾക്ക് മാത്രം 0 GST ആക്കി? കാരണം എന്ന് വെച്ചാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൊടുക്കണ്ടേ, ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി ഇതിൻ്റെ മരുന്നിൻ്റെ നിർമ്മാണ സമയത്ത് ആളുകൾ ഇൻപുട്ട് ടാക്സ് അടച്ചിട്ടുണ്ട്. സോ മരുന്നിൻ്റെ ടാക്സ് 0 ആയി കഴിഞ്ഞാൽ ഗവൺമെൻറ് എവിടുന്ന് കൊടുക്കും? ഗവൺമെൻറ് ഹാസ് ടു fetch some income, government has to raise some revenue അല്ലേ? സോ എല്ലാ മരുന്നിനും ഈ പറയുന്നത് പോലെ 0 GST ആക്കി കഴിഞ്ഞാൽ ഈ മരുന്നിൻ്റെ നിർമ്മാണ വേളയിൽ ഇതിൽ ഇൻപുട്ട് ടാക്സ് അടച്ച ഡ്രഗ് മാനുഫാക്ചറേഴ്സിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം പല മരുന്നുകളുടെയും വില സബ്സിഡൈസ് ചെയ്ത് 5%-ലാണ് ഗവൺമെൻറ് ഓൾറെഡി വിൽക്കുന്നത്. അപ്പോൾ എല്ലാ മരുന്നുകളെയും 0 ആക്കി കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ കുറയുകയും ഇതിൻ്റെ ഭാഗമായിട്ട് മരുന്നിൻ്റെ വില, ഉൽപ്പാദന ചെലവ് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിർത്തലാക്കി കഴിഞ്ഞാൽ ആര് കൂട്ടും? ഇൻപുട്ട് ടാക്സ് നിർത്തലാക്കി കഴിഞ്ഞാൽ നിർമ്മാതാക്കൾ കൂട്ടും. അങ്ങനെ അതിൻ്റെ ബേർഡൻ ശരിക്കും ആർക്ക് തന്നെ ചെല്ലും? പേഷ്യൻസിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് ചെല്ലും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് 0 GST, നോ 0 GST ഫോർ ഓൾ മെഡിസിൻസ് ബട്ട് ഫോർ 0 GST is applicable for ജീവൻ രക്ഷാ മരുന്നുകൾ. ഇനി സിൻ ഗുഡ്സിനും അതുപോലെ തന്നെ ലക്ഷറി ഐറ്റംസിനും 40% എന്താണെന്നുള്ളത് അവിടെ ഇട്ടിട്ടുണ്ട്.
മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് സെക്ടറിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ എഫക്റ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 22, 2025 നവരാത്രി ദിനം, ഫസ്റ്റ് നവരാത്രി ഡേയിലാണ് ഇത് റോൾ ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി പ്രധാനപ്പെട്ട ഐറ്റംസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 18% നിന്ന് നമ്മൾ പറഞ്ഞല്ലോ ഡെയിലി യൂസിന് വേണ്ടുന്ന പേഴ്സണൽ കെയറിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം 5% പോയിട്ടുണ്ട്. അത് ഏതൊക്കെ ഐറ്റംസ് ആണ് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഇതൊരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനാണ് കോൾഗേറ്റിൻ്റെ കേസ് ഇട്ടത്. 12% നിന്ന് 5% പോകുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കേ. 12% നിന്ന് 5% പോകുന്ന പാക്കേജ്ഡ് ഫുഡ് ഐറ്റംസ് എല്ലാം 12 നിന്ന് 5% പോകുന്നുണ്ട്. പിന്നെ 40% പെപ്സിക്കും കൊക്കക്കോളയ്ക്കും എയറേറ്റഡ് ആയിട്ടുള്ള ബിവറേജസിനെല്ലാം എന്താവുന്നുണ്ട്, 40% എന്നുള്ള റേറ്റാണ് ഇനി തൊട്ട് വരാൻ പോകുന്നത്. അതിൻ്റെയൊക്കെ വില കൂടാൻ പോവുകയാണ്. നോൺ ആൽക്കഹോളിക് ബിവറേജസിനെല്ലാം 40% ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ 12% നിന്ന് 5% പോകുന്ന ഐറ്റംസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 28% നിന്ന് 18% പോകുന്ന സാധനങ്ങൾ പ്രധാനമായിട്ടും ഈ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമൊബൈൽ, അതുപോലെ തന്നെ ആ കാറ്റഗറി നിങ്ങളങ്ങ് ഓർത്തിരുന്നാൽ മതി. ഐറ്റംസ് ഇൻഡിവിജ്വലി കാണാതെ പഠിക്കണമെന്നില്ല, ഈ കാറ്റഗറി ഓർത്താൽ മതി. ഇത് പ്രധാനമായിട്ടും മോട്ടീവ്, അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ്, കൺസ്ട്രക്ഷൻ. ഇതാണ് 28 നിന്ന് 18. 18 നിന്നോ 12 നിന്നോ 5 പോകുന്ന ഐറ്റംസിനെ ബ്രോഡായിട്ട് നമുക്ക് 5 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഹൗസ് ഹോൾഡ്, പേഴ്സണൽ കെയർ, പാക്കേജ്ഡ് ഫുഡ്, അഗ്രികൾച്ചർ സെക്ടർ, ഹെൽത്ത് സെക്ടർ, ലേബർ ഇൻറ്റൻസീവ് പ്രോഡക്ട്സ്. നില്ലിലോട്ട് പോകുന്നത് ഫുഡ്, എഡ്യൂക്കേഷണൽ സപ്ലൈ, ഇൻഡിവിജ്വൽ ഇൻഷുറൻസ്, ലൈഫ് സേവിങ്, മെഡിസിൻസ്. അതിൻ്റെ ഒരു ടേബിളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞില്ലേ, മെൻഷൻ ചെയ്യാത്ത ഫുഡ് ഐറ്റംസ്, ഫുഡ് പ്രിപ്പറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് 5% നമ്മളങ്ങ് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഇവിടെ ബുള്ളറ്റിൻ്റെ കേസ് നോക്കട്ടെ. നേരത്തെ 28% GST, ഇത് 350 cc ആണ്. 350 cc വരെ എന്താണ് 18%. നേരത്തെ 2,38,000 ഓൺ റോഡ് പ്രൈസ് എങ്കിൽ ഇനി ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുമ്പം 2,20,000, ഏകദേശം 18,000 തൊട്ട് 20,000 രൂപ വരെ എന്താണ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ വില ഇളവ് നമുക്ക് കിട്ടാൻ പോവുകയാണ്. ബൈക്ക് എടുക്കുന്ന ആൾക്കാർക്ക് ബൈക്കിൻ്റെ വില കുറയാൻ പോവുകയാണ്. പക്ഷേ മറ്റേ ട്വിൻ സിലിണ്ടേഴ്സിനൊന്നും കിട്ടത്തില്ല. കാരണം അതൊക്കെ 650 cc ഒക്കെ അല്ലേ. 350 cc വരെയുള്ള ബൈക്ക് എടുക്കുന്നവർക്ക് എന്ത് കിട്ടും? അപ്പോൾ ഹോണ്ട ആക്ടിവയുടെയും സ്കൂട്ടേഴ്സിൻ്റെ ഒക്കെ വില എന്ത് ചെയ്യും, ആനുപാതികമായിട്ട് കുറയാൻ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 2.5 ലക്ഷം വരെയൊക്കെ ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എത്ര ലാഭമുണ്ട്, 20,000 വരെ ലാഭമുണ്ട്. അപ്പോൾ കാറിൻ്റെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും 6 ലക്ഷം 7 ലക്ഷം ഒക്കെ ഉള്ള കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 50,000 രൂപ, 60,000 രൂപ, 1 ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ കിട്ടുമെന്ന് ചുരുക്കം. ഡിസ്കൗണ്ട് അല്ല, ശരിക്കും റേറ്റ് റിഡക്ഷൻ കാരണം ഉണ്ടാകുന്ന പ്രൈസ് ഫോൾ ആണിത്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് സെഷൻ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നോട്ട്സ് ഈ സെയിം നോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളിത് റെഫറൻസ് ആയിട്ട് വെച്ചാൽ മതി. ഇതിൻ്റെ അകത്ത് FAQs വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെഷനിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.